നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വ്യാപാര വിപണന വിതരണ മേഖലകളിൽ 2025 ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുകയും അതിന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് 2025 തന്നെ തുടങ്ങി വെച്ചതായിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂൺ മാസത്തിൻ്റെ മുമ്പ് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടായാലും വരുമാന മാർഗമുണ്ടായാലും ഈ ഒരു വർഷം ചെലവിനങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ചെലവിനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ധ്രുവീകരിക്കുക എന്നൊരാശയം അവലംബിച്ചാൽ മാത്രമേ പിന്നീട് 2027 അതിൻ്റെ ഒരു നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ ഇടവരും. നാഡീരോഗപീഠകളെ കൊണ്ടും പലപ്പോഴും അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും വിമ്മിഷ്ടം അനുഭവപ്പെടുവാനും യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ദൂരദേശവാസം വേണ്ടി വരുവാൻ തക്കവണ്ണം ജോലി കിട്ടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു വർഷം 2027 ജൂൺ മാസം വരെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് 2 സ്ഥലത്ത് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും അതിനുവേണ്ടി ഒരു ക്രമീകരണങ്ങൾക്ക് എല്ലാ വിധത്തിലും തയ്യാറാകുവാൻ ഇടയുണ്ട്. കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ജൂൺ മാസത്തിൻ്റെ മുൻപ് പൂർത്തീകരിക്കുന്നതും 2027 ജൂൺ മാസത്തിന് ശേഷം പൂർത്തീകരിക്കുന്നതുമായിട്ടുള്ള കരാർ ജോലികൾ ഒപ്പിടാം, ഏറ്റെടുക്കാം. അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാനിടയുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതുമാണ്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വളരെ കുറവുള്ളത് കൊണ്ട് ഒരുപക്ഷെ അനുബന്ധമായിട്ടുള്ള സ്ഥാപനം, ഉപസ്ഥാപനം വിൽപ്പന ചെയ്തോ മറ്റുള്ളവർക്ക് കൈമാറിക്കൊണ്ടോ നിലവിലുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നത് വളരെ ഗുണകരമായി തീരും. പദ്ധതി സമർപ്പണം, ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ പരമാവധി ജൂൺ മാസത്തിന് ഉള്ളിലായിരിക്കും നന്നാവുക. കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയതിൽ വിദേശത്ത് താമസിച്ച് പഠിച്ചുകൊണ്ട് ഉള്ളൊരവസരത്തിന് ഫെബ്രുവരി മാസം മുതൽ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരുന്നത് വഴി വിദഗ്ധമായിട്ടുള്ള മാനസിക രോഗ വിദഗ്ധൻ്റെ നിർദ്ദേശം തേടുവാനും ചെറിയ രീതിയിൽ മരുന്നുകൾ തുടങ്ങുവാനും യോഗമുണ്ട്. കർമ്മപദ്ധതിയോട് ബന്ധപ്പെട്ട പല യാത്രകളും ജൂൺ മാസം മുതൽ നിഷ്ഫലമായി തീരുവാനിടയുള്ളത് കൊണ്ട് എല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞും ഉന്നതരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രസ്ഥാനം മാത്രമേ ഏറ്റെടുക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധമായി തീരുവാനിടയുണ്ട്. അതേപോലെ ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ, അതായത് വിദേശത്ത് താമസിക്കുന്ന പലർക്കും ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കാൻ ഇടവരും. എന്നാൽ ജൂൺ മാസം മുതൽ തൊഴിൽ മേഖലകളിൽ, ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സമ്മർദ്ദവും അധികാരപരിധിയും ചുമതലകളെല്ലാം വർദ്ധിക്കും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് ശ്രമിച്ചാലോ, അതല്ല വ്യാപാര വിപണന വിതരണ മേഖലയിൽ പണം മുതൽ മുടക്കിയാലോ എന്ന്
പ്രാരംഭമായിട്ട് തന്നെ തുടക്കം കുറിക്കുന്നവർക്കൊക്കെ തന്നെ പരാജയം ഉണ്ടാകുവാനാണ് യോഗമുള്ളത്. പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതി അവലംബിക്കുന്നത് വഴി മനസ്സിന് സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ജൂൺ മാസം മുതൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിട വരും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിടയുണ്ടെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. കലാ, സാഹിത്യം, കായികം, ഭാരതീയ ശാസ്ത്രശാഖകൾ തുടങ്ങിയവയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ വിദേശത്തുള്ളവർ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ അത് സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അത്ഭുതം അനുഭവപ്പെടുവാനും അതിനൊരു മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുവർത്തിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസത്തിന് യോഗമുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്. ജോലി മാറ്റം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിലേക്ക് വരുവാൻ സാധിക്കാത്തത് വഴി ചിലർക്കെല്ലാം തന്നെ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ അവിടെ സമീപത്തുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനിട വരും. മറ്റേ ചിലർക്ക് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാനും അവിടെ ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വെച്ച് അടുത്ത തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അല്ലെങ്കിൽ രേഖാപരമായി നൽകുവാനിട വരും. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുവാനിടയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വർഷത്തെ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ, ഒരുപക്ഷെ ജോലി ഉപേക്ഷിച്ച് പഠിക്കാനാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഔചിത്യമുള്ള ശൈലി അവലംബിക്കുന്നത് വഴി മനോവിഷമത്തിൽ നിന്നും പിന്മാറുവാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടുവാനുള്ള മാർഗം ഉണ്ടാകുവാൻ ഇടയുണ്ട്. അനൗദ്യോഗികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാകുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിട വരും. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ ജൂൺ മാസം മുതൽ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും വ്യക്തി പ്രഭാവത്താൽ ഏത് വിധത്തിലുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും ദുഷ്കീർത്തിയും അതിജീവിക്കുവാനുള്ള വഴിയും കഴിവും പ്രാപ്തിയും അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളിലും തന്മയത്വത്തോടുകൂടിയതായുള്ള സമീപനവും അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ അനുസരിച്ചും കൊണ്ടും മിതത്വത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴിയും എല്ലാം മംഗളകരമായി പര്യവസാനിക്കുവാനുള്ള യോഗം ചതയ നക്ഷത്രം ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്.